guys, welcome back to our channel Valentine Couples. Para guys, para Valentine Couples. നമ്മളിന്ന് എവിടെയാണ് വന്നിരിക്കുന്നത്? സൂയിൽ വന്നു. ഐഷുമ്മിയുടെ തറവാട്ടിലാണ് വന്നത് ഗൈസ്. ഇന്ന് നമ്മൾ അമ്മ ഒരുപാടുണ്ട് ഗൈസ്. അമ്മ പാട്ട് പാടുന്ന ഗൈസ്. നമ്മൾ സൂയിൽ വന്നു. ഞാച്ചി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. നമ്മള് അകത്ത് കയറി. നെബു ഫസ്റ്റ് ടൈമാണ് സൂയിൽ വരുന്നത് ഗൈസ്. നെബു ആദ്യമായിട്ടാണ്. ഇനി വാ കാണിക്കട്ടെ നെബുന. നെബു ആദ്യമായിട്ടാണ് ഗൈസ് സൂയിൽ വരുന്നത്. നമ്മളെ കുരങ്ങനെ കാണാൻ പോകുന്നു. കാണിച്ചിട്ട് ഞാൻ കണ്ടു. ആ കണ്ടില്ലേ ഗൈസ്, മയിലിനെ കണ്ടു. മയിലുണ്ട്, കൊക്ക്, കൊരങ്ങനുണ്ട്. കൊരങ്ങനുണ്ടെന്ന് കൊക്ക എവിടെ? എടി അതെന്തോന്ന്? കൊക്ക്, കൊക്കല്ല, മയില്, മയില്. പീക്കോക്ക്. നെബു പീക്കോക്ക്. എന്റെ നാച്ചിയെ കാണുന്നില്ല ഗൈസ്. വണ്ടി ഇടാൻ പോയിട്ട് വാപ്പിച്ചു ഗൈസ്. ഐഷുവിന്റെ ഔട്ട്ഫിറ്റ്. ഐച്ചുമ്മിന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ സൂപ്പർ. നെബുവിന്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് നെബുവിന്റെ ഔട്ട്ഫിറ്റ്. ഇങ്ങോട്ട് നോക്കൂ. ഓക്കെ സൂപ്പർ. ഇങ്ങ് വാങ്ങോ, അങ്ങോട്ട് പോ. പിന്നീട് കണ്ണൂടെ വേറെ കൂക്കട നെബു. നെബു കൂക്കട. നെബു ഓക്കടൊക്കെയാണ്. ഗൈസ്, ട്രിവാൻഡ്രത്തെ സൂയിലാണ് നമ്മൾ വന്നത്. ഇവിടെ കൊരങ്ങനുണ്ട്, ഐഷുണ്ട്, നാസിഫുണ്ട്, ഐഷുണ്ട്. 5 മണി വരെ ഇവിടെ ഉള്ളായിരുന്നു ഗൈസ്. നമ്മൾ വന്നപ്പോ കറക്റ്റ് 5 മണിയായി. പക്ഷെ നമ്മളെ അകത്ത് കയറ്റി. നമുക്ക് ഇതിലേ പോണോ? സിംഹവാലൻ, കൊരങ്ങൻ. അമ്മയെ കണ്ടപ്പോ ചൊറിയുന്നടിയത്. പക്ഷികളി. സമയം ലേറ്റ് ആയതുകൊണ്ടായിരിക്കില്ലേ. പക്ഷെ മുമ്പൊക്കെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നല്ലേ. ഇപ്പൊ കുറവാണ് ഗൈസ്. പൊതുവെ മുമ്പ് ഒരുപാടുണ്ട്. വെള്ളിമൂങ്ങ ഒരെണ്ണേ ഉള്ളതോ കണ്ടോ? കാണത്തില്ല. ഇനി ഇതിലാണോ? അല്ല, ഇതിലേ വരൂ.
വെള്ള അരിവാൾ കൊക്ക്, പാതിര കൊക്ക്, കുളക്കൊക്ക് എല്ലാരും ഉണ്ട് കേട്ടോ. കുടുംബസമേതം ഉണ്ട്. ഹായ്, താണ്ടെ നെബുവിനെ കാണിച്ചു. നെബു കരടി, നെബു കരടി, നെബു കരടി. ഹായ് രമ്യ, എന്താ എഴുതിയിരിക്കുന്ന? പന്നിക്കരടി, തേൻകരടി. അത് പറയുന്നത് കൊണ്ട് പറയിച്ചു. പന്നിക്കരടിയെ കാണിച്ചുതരാം ഗൈസ്. നെബുവിന് പേടിയാവുന്നു. നെബുവിന് എന്നെ इतना दूर से आ गया, मैं बुलाया. ഹായ് മക്കളെ, നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഹായ്, ഹലോ, സുഖാണ്. സിംഹം, ലയൺ, നെബു ലയൺ. നെബു ഇല്ല, ഇരിക്കുന്ന ഉറങ്ങുന്ന. ടൈഗർ. ഷൂ ഇട്ടിരിക്കുന്ന ഓടി, അതെന്തോന്ന് ഇരിക്കുന്ന നോക്കിയാണ്. ഒരനക്കമല്ല ഇരിക്കുന്നത്. അനക്കമുണ്ട്, അനക്കമുണ്ട്, അനക്കമുണ്ട്. ആരെ കണ്ടു ഗൈസ് നിങ്ങൾ? അല്ലല്ല, അതാ ഐഷു ആൻഡ് നാസിഫ് എല്ലാരും ഉണ്ടല്ലോ ഗൈസ്. മാനുകൾ തമ്മിൽ ഗൈസ് അവിടെ ലോട്ട്സ് ഓഫ് മാൻ. ഗൈസ് അതാണ് മാൻ. ഇതെവിടെ? ഇതാണ് മാൻ. അവർ എന്തൊക്കെ ആലോചനയിലാണ്. അതാ ഗൈസ്, നമുക്ക് ഹിപ്പോപ്പൊട്ടാമസിനെയും പിന്നെ വേറെന്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ? കഴുത, നിന്നെ നമുക്ക് ഐശുവിനെ കാണാൻ സമയം കിട്ടിയില്ല. ഐശുവിന്റെ ഫാമിലിയും കാണാൻ പറ്റി, 2 ഫാമിലിയും കാണാൻ പറ്റില്ല. അത് ഞാൻ കുഴപ്പമില്ല, എപ്പോഴെങ്കിലും വരുമ്പോ ആഡ് ചെയ്യാ. ഇപ്പൊ പൊട്ടമസം കഴിഞ്ഞു. അല്ലല്ല, നിന്റെ കുടുംബം അങ്ങനെ പറഞ്ഞു. അയ്യോ, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. നിന്റെ തെറ്റെടുത്തല്ലേ? ആരും അല്ല കേട്ടോ, നിങ്ങളത് അങ്ങോട്ട് ചിന്തിക്കണം. ഹിപ്പോപ്പൊട്ടാമസും വേറെന്തോന്ന് കഴുത, കഴുത നീ കഴുതയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മള് വീഡിയോ എടുക്കാൻ എന്തോന്ന് പറയുന്നത്. നമ്മള് ലേറ്റ് ആയോണ്ട് ഗൈസ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞ്, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല. അതാണ് കഴുത. അത് ഗൈസ് നിങ്ങളൊന്നും കാര്യമാക്കണ്ട. നെബു കുറച്ച് വയലന്റ് ആയി. അവളെ നടന്നാ മതി, അവള് നടക്കട്ടെ.
അപ്പൊ നമ്മൾ അടുത്ത മൃഗത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നീലക്കാളെ കാണാൻ പോകണം, പക്ഷെ നീലക്കാളല്ല, നീലക്കാള. ഞങ്ങൾ നീലക്കാള, പക്ഷെ നീല അല്ല. ഗൈസ്, ഇവിടെ വേറെ ഉണ്ട്. ഇതാണ്, ഇതിന്റെ പേരെന്തുവാ? അവര് ഊന്നലാടുന്നു ഗൈസ്. അവർ നല്ല വയലന്റ്. അതിന്റെ മക്കാവു തപ്പേ. അത് കണ്ട് താഴെ വെച്ചോ ഗൈസ്. അവർ മക്കാവു തത്തേനെ കാണാൻ നിൽക്കുവാണ്. ഇതോ ഗൈസ്, അതൊന്ന് ഊന്നലാടെന്ന് നോക്കിയേ ഗൈസ്. മുള്ളംപന്നി, ഇതാണ് മുള്ളംപന്നി. രാജക പറഞ്ഞോട് എക്സ്പ്ലനേഷൻ. ദക്ഷിണേന്ത്യ, മിഡിൽ ഈസ്റ്റ്. എന്നെ നോക്കി ഇങ്ങോട്ടില്ലേ, ഞാൻ മുള്ളംപന്നിയുടെ എല്ലാം പറഞ്ഞുതരാം. ദക്ഷിണേന്ത്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഇതൊന്നും യശുമ എവിടെയും നോക്കി പറയുന്നതല്ല ഗൈസ്, അവർക്ക് അറിയാവുന്നതാണ്. അറിയാവുന്നതുകൊണ്ട് ജീവിത കാലയളവ് 20-27 വർഷമാണ്. പിന്നെ ഗർഭകാലം. ഓ, ഗർഭകാലം. അപ്പൊ ഐഷു എവിടെന്നോ ഇത് മനസ്സിലായില്ല, നിങ്ങൾ ഇതില് വായിച്ചു നോക്കിയാൽ ഗൈസ്. ഇതാണ് ചിത്രശലഭങ്ങളുടെ നടന്നു പോണോ ഒരു വീഡിയോ. ചിത്രശലഭ പാർക്കിൽ വന്നിട്ട് ചിത്രശലഭ പാർക്കിൽ വന്നു, പക്ഷെ ചിത്രശലഭത്തിനെ കണ്ടില്ല. അത് ഒട്ടകപക്ഷിയല്ല, മയില്. ആ, ഒട്ടകപക്ഷി. എടി ഒട്ടകപക്ഷി, മയിലിതാ നിക്കുന്നത്. നോക്ക് മയില്. മക്കളെ ഗായ്സ്, താരം നോക്കൂ. അത് തലവെളിയിട്ടെടുക്കും. ഗായ്സ്, ഒട്ടകപക്ഷി മയിലും ലവ്വറാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് നടന്നതിന് ശേഷം നമ്മൾ സൂവിന്റെ വെളിയിൽ ഇറങ്ങി. അതന്നെ നാച്ചിക്കൊരു വഴിയായി. ഓ, ഫ്രണ്ട് കാണിച്ചു ഗായ്സ്. ഇതാണ് മ്യൂസിയം. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുക്കാൻ ഒരു സ്ഥലത്ത് പോകുന്നു. ഇനി നമ്മൾ നടന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ ഭയങ്കര ബോൾഡായിട്ട് കുഴപ്പമില്ല. അതന്നെ, ഹെൽത്തി എല്ലാം പറഞ്ഞിട്ട്. ആളില്ലാത്ത സമാധാനമുള്ള സ്ഥലം നോക്കി വന്നതാണ്. ഇപ്പൊ ഒട്ടും ആളില്ല ഇവിടെ. നിങ്ങൾ അത് കാണുന്നുണ്ടോ? എന്തോ യശുമ? ആ, കനകക്കുന്ന് കൊട്ടാരം. യശുമക്കൊക്കെ നല്ലോണം അറിയാം. പണ്ട് സ്കൂളിൽ നിന്ന് എന്നും ടൂർ വരുന്നത് സൂയിലും കനകക്കുന്ന് കൊട്ടാരത്തിലുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? നീ അവിടെ പോയി നല്ലൊരു പിക്ക് എടുത്തരാം. നാച്ചിക്ക തളർന്നു. നെബു ഇങ്ങനെ കിടന്നു ആഗ്രഹിച്ചു. അതെന്തോന്ന്? ഇവിടുത്തെ കനകക്കുന്ന് കൊട്ടാരത്തിനെ പറ്റി പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കൊട്ടാരത്തിന്റെ ഹിസ്റ്ററി അതുപോലെ നമ്മൾ ബ്രിട്ടീഷുകാർ താമസിച്ചിട്ട് വന്നിട്ട് ഒരുപാട് ചരിത്രമുണ്ട്. അതാക്കിയിട്ട് പ്രധാന വാർത്തകൾ കനകക്കുന്ന് കൊട്ടാരം. വയറ് കുത്തല്ലേ?
1951 നമ്മൾ കേട്ടു. ലാസ്റ്റ് ഇതാണ് കനകക്കുന്ന് കൊട്ടാരം. ഇത് കേട്ടില്ലേ അപ്പൊ? ഇല്ല, ഒന്നുകൂടെ പറഞ്ഞു. അതിൽ നോക്കി 1951 കനകക്കുന്ന് കൊട്ടാരം വൃത്തിയാക്കി ആവശ്യമാക്കിയിട്ട് അതിൽ 1947 സ്വാതന്ത്ര്യത്തിൽ ജന്തിയാത്ര വാഹനം സ്ഥാപിച്ച് ബ്രിട്ടീഷ് അതിലെ ആക്കിയിട്ടുള്ളതാണ് കനകക്കുന്ന് കൊട്ടാരം. ബ്രിട്ടീഷ് അതിലെ കൂടെ വന്നതാണ് കനകക്കുന്ന് കൊട്ടാരം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. ഈ വെട്ടം പറഞ്ഞല്ലോ പറഞ്ഞു. ആ ശരിയാണ്, ഇത് നൈറ്റിലെ കനകക്കുന്ന്. നൈറ്റില് നമുക്ക് നല്ല വെട്ടമുണ്ട് ഗായ്സ്. നിങ്ങൾ നമ്മളെ കണ്ടു ബാക്ക് ക്യാമറ എടുത്തിട്ട് കാണിച്ചതല്ല ഗായ്സ്. ഇതാണ് കനകക്കുന്ന് കൊട്ടാരം. ഫുള്ള് കണ്ടു ഗായ്സ്. നമ്മുടെ ട്രിവാൻഡ്രം ജില്ല ഇത്രയും നല്ലൊരു പ്ലേസ് ഉള്ള നാക്ക് പോയി ഗൈസ്, അത് കഴിയേക്കണ്ട. ഇത്രയും നല്ലൊരു പ്ലേസ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ഇവിടെയൊക്കെ ഫുൾ കപ്പിൾസ് ആണ്. നമ്മളതൊന്നും കാര്യമാക്കരുത്, നമുക്കൊന്നും ഇല്ലാത്തതിന് കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെ കറക്കി എടുത്താൽ ഇല്ലേ സ്റ്റോറി ഇടാനും. അയ്യോ, നമ്മളെ വ്ലോഗ് കണ്ടിട്ട് ആരൊക്കെ എന്തൊക്കെ നോക്കും ഗൈസ്. നിങ്ങളിപ്പോൾ നോക്കുന്നത് ഐഷുവിന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ മാറിയെന്നാണല്ലേ? അത് അമ്മ പറഞ്ഞു തിരുത്തിട്ട് ഫോട്ടോ എടുക്കാം. അതെ, ഞാൻ പറഞ്ഞു ഐഷുവിന്റെ അഴകാനെ കർക്കൂന്തൽ അഴിച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ. ഞാനങ്ങ് മറിഞ്ഞപ്പോൾ വെട്ടങ്ങ് പോയി. ഗൈസ്, ഇത് കണ്ടോ? നെബുവിന്റെ പാപ്പയുടെ കൈ പിടിച്ച് നടക്കുന്നത്. പക്ഷെ നീ കൂടെ പോയി ജോയിൻ ചെയ്യും, അപ്പോൾ ഫില്ലാവും. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.